സഭയാകുന്ന ആരാമത്തിലെ സുന്ദര പുഷ്പങ്ങളാണ് സന്യസ്തരെന്ന് തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ. വിസിറ്റേഷൻ സന്യാസിനി സമൂഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി മൗണ്ട് കാർമൽ കത്തീഡ്രൽ അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. അവർ നല്ല വിദ്യാഭ്യാസവും അവർക്ക് നല്ല രൂപീകരണവും ലഭിക്കണം എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗം കൂടിയാണ് ഈ സന്യാസഭയുടെ ആരംഭം. കുടുംബങ്ങളുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഭവന സന്ദർശനങ്ങളിലൂടെ വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന സേവനം എല്ലാവർക്കും മാതൃകാപരമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ പറഞ്ഞു. It's spoken about the kingdom of God as a small mustard seed. ക്രൂശിതനായ ക്രിസ്തുവിൽ നിന്ന് ശക്തി സംഭരിച്ച് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാനും സ്കൂൾ കുട്ടികളെ അഭ്യസിപ്പിക്കാനും വിസിറ്റേഷൻ സന്യാസിനികൾ ചെയ്യുന്ന ശുശ്രൂഷയെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രശംസിച്ചു. നമുക്കറിയാം, നമ്മുടെ സമർപ്പിതരായ സഹോദരിമാര് കത്തോലിക്ക സഭയുടെ വലിയ ഒരു ശക്തിയാണ്. നമുക്ക് ഈ ഭാരതത്തിൽ തന്നെ 1,00,000-ലേറെ സിസ്റ്റേഴ്സ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഇല്ലാത്തവര് ഇന്ത്യയിലെ സഭയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. സഭയുടെ എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന സമർപ്പിതരാണ് നമ്മുടെ സഹോദരിമാർ. കടുകുമണിയുടെ വളർച്ച പോലെ ചെറിയ കാതലിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തു സ്നേഹത്തിന്റെ മഹനീയ ശുശ്രൂഷ ചെയ്യുന്ന സമൂഹമെന്ന് ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു. കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ചു. നിരവധി ബിഷപ്പുമാരും വൈദികരും സഹകാർമ്മികരായി.